കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. സാധാരണ കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്ന പദങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ സാധാരണ ആളുകൾ തിരിച്ചു പറയുന്ന ഒരു കാര്യം, കർത്താവ് പോയിട്ട് 2000 വർഷമായി എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ താമസമൊന്നുമല്ല. കർത്താവിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും ആവുന്നു എന്നാണ് പറഞ്ഞ് തടി തപ്പുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊരു വിശദീകരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് പറയുകയാണ്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. നമ്മൾ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തു 1000 വർഷം വാഴുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1000 വർഷം. നമ്മൾ ആ ഒരു 1000 വർഷത്തെ പത്രോസിന്റെ കണക്കിൽ, പത്രോസ് പറഞ്ഞത് 1000 വർഷം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 സംവത്സരം പോലെ ആകുന്നതാ പറഞ്ഞില്ലേ. ഇത് മറക്കാൻ പാടില്ലെന്നും കൂടെ പറഞ്ഞേക്ക്. അപ്പൊ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലെ ഈ സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 വാഴ്ചയെ പത്രോസിന്റെ വേർഷനിൽ നമ്മളൊന്ന് എടുത്തു നോക്കി, അതിനകത്ത് വല്ല അർത്ഥം ഉണ്ടാവും? അതായത് വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ൽ പറഞ്ഞിരിക്കുന്ന 1000 സംവത്സരം ഒരു ദിവസം പോലെയാന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു ദിവസം ഈ 1000 വർഷം അങ്ങ് തീരും, അല്ലെങ്കിൽ 1000 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഭരണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ? സമ്മതിക്കത്തില്ല. കാരണം 1000 വർഷം എന്ന് പറഞ്ഞാൽ 10 നൂറ്റാണ്ട് യെരുശലേമിൽ വന്ന് അവിടെ ഇരുന്ന് വാഴണമെന്ന് നമ്മൾ വാശി പിടിക്കുക അല്ലേ? അതാണ് നമ്മുടെ ജനപ്രിയ വ്യാഖ്യാനം, 1000 വർഷം വാഴ. അപ്പൊ അപ്പോസ്തലനായ പത്രോസിന്റെ വേർഷനിൽ നമുക്ക് ഈ ഒരു ദിവസത്തെ എങ്ങനെ എടുക്കാമെന്ന് നോക്ക്. ഒരു ദിവസം 1000 വർഷം പോലെ, അതായത് ക്രിസ്തുവിന്റെ ഭരണത്തെ നമുക്കിങ്ങനെ വേണേൽ പറയാം, 365 ദശലക്ഷം മില്യൺ വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ ഇടയാക്കും. ഈ വാക്യങ്ങളെല്ലാം അതുപോലെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പൊ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ഭാഷയിൽ 365 മില്യൺ ദശലക്ഷം വർഷങ്ങൾ. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷം. അതായത് 1000 വർഷം എന്ന് പറഞ്ഞാൽ 1000 ഗുണം 365 ദിവസം. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം. അപ്പൊ 1000 വർഷം എന്ന് പറഞ്ഞാലോ 3,65,000 ദിവസം ഗുണം 1000 വർഷം. ആലോചിച്ച് നോക്കി. അതായത് 1000 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം അല്ലേ? 365 ദിവസം ഗുണം 1000 വർഷം എന്ന് പറഞ്ഞാൽ 3,65,000 ദിവസം. ഒരു ദിവസം ദൈവത്തിന് 1000 വർഷം ആകണമെങ്കിലോ എത്രയായി? 36,50,00,000 അല്ലെങ്കിൽ 365 മില്യൺ വർഷങ്ങൾ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു, ഇതാ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ 2000 വർഷം എന്ന് പറഞ്ഞാൽ കർത്താവിന് 2 ദിവസം എന്ന് പറയുന്ന എൻ്റെ വേദപണ്ഡിതന്മാർ ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 365 ദശലക്ഷം വർഷങ്ങൾ എന്ന് നിങ്ങൾ മറക്കരുത്. വാശി പിടിച്ചു, പക്ഷെ ഇത് മറന്നുപോയി. രണ്ടാമത് 1000 വർഷം ഒരു ദിവസം പോലെ, അങ്ങനെ ഒരു സഹസ്രാബ്ദ യുഗം ഒരു ദിവസം മാത്രമായിരിക്കുന്നു. അതേ സമ്മതിക്കും. 1000 ആണ്ട് ദൈവത്തിന് ഒരു ദിവസം പോലെ എന്ന് പറയുന്നില്ലേ? അങ്ങനെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസമായിരിക്കും
നീണ്ടു നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വാസ്തവമായിട്ട് അതിനെ അംഗീകരിക്കൂ. അതിനെ ഒരു യുക്തിരഹിതമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ 1000 വർഷത്തെ കാലയളവുകൾ എന്ന് പറയുന്നത് 365 ദശലക്ഷം വർഷം അല്ല. മാത്രമല്ല 1000 ആണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസവും അല്ല. അപ്പൊ അക്ഷരാർത്ഥത്തിൽ 1000 വർഷവുമല്ല. അക്ഷരാർത്ഥത്തിൽ 1000 വർഷമാണെങ്കിൽ നിങ്ങൾ 2 പത്രോസ് 3:8 വാക്യം അനുസരിച്ച് വ്യാഖ്യാനിക്കണം. കാരണം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പഠിക്കുമ്പോൾ, അതിന്റെ പ്രവചനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 7 പ്രാവശ്യം കാണുന്ന ഒരു വാക്കുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, സമയമെടുത്തിരിക്കുന്നു, ഇത് ഉടനെ സംഭവിപ്പാനുള്ളതാണ്, മുദ്രയിടാൻ പാടില്ല, വേഗത്തിൽ സംഭവിപ്പാനുള്ള, ഇങ്ങനെയുള്ള പദങ്ങൾ ആവർത്തിച്ച് 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇത് ഉടനെ സംഭവിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലുള്ള 1000 ആണ്ടും ഈ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യവുമായി ബന്ധമുള്ളതാണ് എന്ന് നിങ്ങൾ മറക്കരുത്. അപ്പം സത്യത്തിൽ ഈ 1000 ആണ്ടെന്ന് പറയുന്നതും വേഗത്തിൽ സംഭവിക്കാനുള്ളതാണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? വാസ്തവത്തിൽ അപ്പോസ്തലനായ പത്രോസ് 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? പത്രോസ് ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ചുമ്മാ വെറുതെ ഒരു വാചകം അടിച്ചതല്ലത്. അദ്ദേഹം സങ്കീർത്തനം 90-ന്റെ 4-ാമത്തെ വാക്യം കോട്ട് ചെയ്തതാണ്. നിങ്ങളുടെ, അതായത് ദൈവമേ, നിന്റെ ദൃഷ്ടിയിൽ 1000 ആണ്ടുകൾ ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും അത്രേ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 1000 സംവത്സരം എന്ന് പറയുന്നത് ദൈവത്തിന് ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയും രാത്രിയിലെ ഒരു യാമം പോലെയുമാണ്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിന്റെ ആസ്തിത്വത്തെ മനുഷ്യന്റെ അസ്തിത്വവുമായി താരതമ്യം ചെയ്യുക. അത് മനുഷ്യന്റെ ജീവിതവും ദൈവത്തിന്റെ ആ നിലനിൽപ്പും തമ്മിൽ ഒരു താരതമ്യമാണ്. കാരണം 90-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ അവൻ നിത്യത മുതൽ നിത്യത വരെ തലമുറയായി അവൻ നമ്മുടെ ദൈവമാകുന്നു എന്ന് പറയും. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് പരിധിയില്ലാത്ത സമയത്തിലാണ് അവൻ ആയിരിക്കുന്നതെന്ന് പഠിപ്പിക്കും. അപ്പൊ 1000 വർഷങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ രാത്രിയിലൊരു യാമം പോലെ എന്ന് പറയുമ്പോൾ നിത്യത മുഴുവൻ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാതെ ഇതിന് വിപരീതമായി 5-6 വാക്യങ്ങളിൽ മനുഷ്യൻ പുല്ലുപോലെയാണ്, അവൻ രാവിലെ വളർന്നു വൈകുന്നേരം വാടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ മനുഷ്യജീവിതം താൽക്കാലികവും ദൈവം നിത്യനുമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവമേ അങ്ങക്ക് 1000 വർഷം ഇന്നലെ കഴിഞ്ഞുപോയ ഒരു യാമം പോലെ എന്ന് പറയുവാൻ കാരണം. അപ്പൊ സങ്കീർത്തനം 90-ന്റെ 4-ലും 2 പത്രോസ് 3-ന്റെ 8-ലും മനുഷ്യന്റെ ഹ്രസ്വവും പരിമിതവുമായ സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ നിത്യവും പരിധിയില്ലാത്തതുമായ സമയത്തെക്കുറിച്ചാണ് പത്രോസ് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ലോകത്തിലെ ഒരു കാലഘട്ടത്തെയും കണക്കാക്കാൻ ഈ ഭാഗം ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ ഈ നിത്യമായ അസ്തിത്വത്തെ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഒരിടത്തും ഉപയോഗിക്കുന്നില്ല എന്ന കാര്യങ്ങൾ മറക്കരുത്. അപ്പം 2 പത്രോസ് 3-ന്റെ 8-ൽ നമ്മൾ കണ്ടതുപോലെ സങ്കീർത്തനം 90-ന്റെ 4-ൽ പരസ്പരം യോജിക്കാത്ത 2 കാര്യങ്ങൾ കാണാനും പറ്റും. ആദ്യ സങ്കീർത്തനകാരൻ ദൈവത്തിന്റെ ലോകത്തിലെ 1000 വർഷങ്ങൾ മനുഷ്യന്റെ ലോകത്തിലെ ഇന്നലെ പോലെ എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 വർഷങ്ങൾ മനുഷ്യ ജീവിതത്തിലെ രാത്രിയിലെ യാമം പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ 1000 വർഷങ്ങൾ മനുഷ്യന് ഇന്നലെ കഴിഞ്ഞ പോലെയാണ്. എന്നിട്ട് പറയുന്നു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 വർഷങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഒരു യാമം പോലെയാണെന്നും പറയുന്നു. അപ്പം രാത്രിയിലെ ഒരു യാമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ യാമം എന്ന് പറയുന്നത് ഒരാൾ ഉണർന്നിരിക്കുന്നതോ ഉറങ്ങുന്നതോ ആയ സമയത്തിന്റെ ഭാഗമാണ് യാമങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ഈ റോമൻ കാലഘട്ടത്തിലെ ഈ സൈനികമായ
സുരക്ഷാ ആവശ്യങ്ങൾക്കായി രാത്രിയിലെ 12 മണിക്കൂറിനെ തുല്യമായ യാമങ്ങൾ അല്ലെങ്കിൽ ഷിഫ്റ്റുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 4 യാമങ്ങളായിട്ട്. ഈ പ്രവാസത്തിന് മുമ്പ്, അതായത് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിന് പോകുന്നതിന് മുമ്പ് 3 യാമങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം മത്തായിയുടെ സുവിശേഷം 14-25 4-ാം യാമം പരാമർശിക്കപ്പെടുന്നു. അത് റോമക്കാർ ജൂതന്മാരുടെ ഇടയിൽ അത് അവതരിപ്പിച്ച കാര്യമാണ്. അതായത് പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് 3 യാമങ്ങളായിരുന്നു. തിരികെ വന്നപ്പോൾ റോമൻ ഭരണം വന്നപ്പോൾ റോമൻകാര് ഈ 12 മണിക്കൂറിനെ 4 ഷിഫ്റ്റായിട്ട് തിരിച്ചു, 4 യാമങ്ങളായിട്ട് തിരിച്ചു. അതിനാൽ ഈ പുതിയ നിയമത്തിലെ രാത്രിയുടെ 12 മണിക്കൂറിനെ 3 മണിക്കൂറുകൾ വീതമുള്ള 4 യാമങ്ങളായി വിഭജിച്ചു. അപ്പൊ സങ്കീർത്തനക്കാരന്റെ കാലത്ത് 4 മണിക്കൂർ വീതമുള്ള 3 യാമങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. സങ്കീർത്തനം ഇത് എഴുതുന്ന സമയത്ത് 3 യാമങ്ങളും മത്തായി എഴുതുന്ന സമയത്ത് 4 യാമങ്ങളും. അപ്പൊ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ 3 യാമങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറുകൾ വീതമുള്ള 3 യാമങ്ങളാണ് 12 മണിക്കൂർ. മത്തായിയുടെ കാലത്ത് വരുമ്പോൾ 3 മണിക്കൂറുകൾ വീതമുള്ള 4 യാമങ്ങൾ, അത് 4 മണിക്കൂർ വീതമുള്ള 3 യാമങ്ങൾ. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കും. അപ്പൊ പഴയ നിയമത്തിലെ ദിവസങ്ങളിൽ രാത്രിയിൽ 1 യാമം. അപ്പം അന്നത്തെ പട്ടാളക്കാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന 4 മണിക്കൂർ കാവൽ നിൽക്കുമായിരുന്നു. അതിനാൽ സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരങ്ങൾ ഇന്നലെ, അതായത് 24 മണിക്കൂർ പോലെയാണ്, ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 1000 വർഷങ്ങൾ രാത്രിയിലെ 4 മണിക്കൂർ പോലെയും ആകും. ഏതാണ് ശരി? ആകെപ്പാടെ കൺഫ്യൂഷൻ. ഒന്നുകിൽ 1000 വർഷം എന്ന് പറയുന്നത് 24 മണിക്കൂർ ആകണം, അല്ലെങ്കിൽ 1000 വർഷം എന്ന് പറയുന്നത് 4 മണിക്കൂർ ആകണം. ഇതിലേതാ ശരിയെന്ന് യേശുക്രിസ്തു പോയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്ന വാശി പിടിക്കുന്ന വേദപണ്ഡിതന്മാർ തന്നെ പറയാം ഏതാ ശരിയെന്ന്. പക്ഷെ ബൈബിൾ അനുസരിച്ച് ഇത് 2 ശരിയാണ്. കാരണം മനുഷ്യൻ മർത്യനും പരിമിതനുമാണെന്നും അവന്റെ സമയം പരിമിതമാണെന്നും അവൻ ഉടൻ മരിക്കുമെന്നും സങ്കീർത്തനക്കാരൻ പറയൂ. അത്രേ ഉള്ളൂ. മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നിത്യനാണ്, അവന്റെ സമയം അനന്തമാണ്. സങ്കീർത്തനം 90 നമ്മൾ കാണുന്നത് ആണ്. ദൈവത്തിന്റെ നിത്യതയെ, അവൻ നിത്യനും ഒരിക്കലും അവസാനിക്കാത്തവനും സമയപരിധി ഇല്ലാത്തവനുമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ആലങ്കാരിക വാക്കുകൾ പോലെയാണ് ഈ വാക്യങ്ങൾ ഓരോന്നും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മണ്ഡലത്തിൽ സമയം അളക്കുവാൻ കഴിയുകയില്ല എന്നാണ്. ഒരു ദിവസം ദൈവത്തിന് 1000 വർഷം നിങ്ങൾക്ക് തുല്യമാണ്. അത് 500 വർഷങ്ങൾ, 5000 വർഷങ്ങൾ, 10000 വർഷങ്ങൾ, അല്ലെങ്കിൽ രാത്രി ഒരു യാമം പോലെ 4 മണിക്കൂർ പോലെയാണ്. 1000 വർഷം വേണേയാകാം, 1,00,000 വർഷം വേണേയാകാം, 4 മണിക്കൂറും ആകാം. അപ്പം ദൈവത്തിന്റെ നിത്യതയെ അളക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അവന്റെ നിത്യമണ്ഡലത്തിൽ സമയത്തിനൊരു പ്രശ്നമില്ല, അതൊരിക്കലും അവസാനിക്കില്ല. എന്നിരുന്നാലും ദൈവം മനുഷ്യനുമായുള്ള സമയത്തെക്കുറിച്ച് ഇടപെടുമ്പോൾ മനുഷ്യന്റെ സമയത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്നുള്ള ഒരു സമയപ്രസ്താവനയും മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവൻ നമ്മോട് സംസാരിക്കാൻ പോകുന്നില്ലെങ്കിൽ അവൻ നമ്മോടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? കൂടാതെ 5000 വർഷത്തേക്ക് താൻ അത് ചെയ്യില്ലെന്നറിയാവുന്ന ദൈവം 5 ദിവസത്തിനുള്ളിൽ ആ കാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് നമ്മോട് പറയുന്നത് എത്ര വഞ്ചനാപരമായിരിക്കും. എന്നൂടെ പറയാം. 5000 വർഷത്തേക്ക് താൻ അത് ചെയ്യില്ല എന്ന് അറിയാവുന്ന ദൈവം, അതായത് 5000 വർഷത്തിനകത്ത് ഞാൻ അത് ചെയ്യില്ല എന്ന് അറിയുന്ന ദൈവം 5 ദിവസത്തിനുള്ള ആ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മോട് പറഞ്ഞാൽ നമ്മളെ ചതിക്കുമല്ലേ? ഒന്നുകൂടെ പറയാം. 2000 വർഷത്തിന് ശേഷമാണ് യേശു വരാൻ പോകുന്നത് എന്ന് ഉദ്ദേശിച്ചിട്ട്, ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നത് വഞ്ചനയല്ലേ? ചതിയല്ലേ പാവപ്പെട്ട മനുഷ്യനോട് പറയുന്നത്? ഏറെയായാൽ 70 അല്ലെങ്കിൽ 80 വർഷം കൊണ്ട് ഭൂമിയിൽ നിന്ന് വാസം അവസാനിപ്പിക്കുന്ന മനുഷ്യനോട് 1000 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന യേശുക്രിസ്തു ഇതാ വരുന്നു, വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനത്തെ വഞ്ചിക്കല്ലേ? നമ്മുടെ ദൈവം നമ്മെ വഞ്ചിക്കാനോ കബളിപ്പിക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മോട് ആശയവിനിമയം നടത്താൻ അവൻ ആഗ്രഹിക്കുക, നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ അവൻ ആഗ്രഹിക്കുക. അങ്ങനെ നമുക്ക് അവന്റെ വഴികൾ നടക്കാൻ കഴിയും. അടുത്ത വാക്യം, ഇനിയും 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഭൂമിയിൽ 40 പകലും 40 രാത്രിയും മഴ പെയ്യിക്കുമെന്ന് നോഹയോട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അല്ലെ? ഉൽപ്പത്തി 7:4. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട്
എന്നാൽ ഇന്ന് നമുക്ക് ഈ പത്രോസിന്റെ 2 പത്രോസ് 3:8 അത് അങ്ങോട്ടങ്ങ് പ്രയോഗിക്കാം. ഇനി 7 ദിവസം കഴിഞ്ഞ് ഞാൻ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും എന്ന് പറഞ്ഞതിനെ നമുക്ക് പത്രോസിന്റെ ഭാഷയിൽ അങ്ങോട്ട് എടുക്കാന്നേ, ബൈബിളല്ലേ. അതായത് ഇന്നു മുതൽ 7000 വർഷത്തിനുള്ളിൽ ഞാൻ മഴ അയക്കും, അത് 40,000 വർഷത്തേക്ക് നീണ്ടു നിൽക്കും എന്നങ്ങ് വ്യാഖ്യാനിച്ചാലോ? 2 പത്രോസ് 3:8 വെച്ച് വ്യാഖ്യാനിക്കാന്നേ. 7000 വർഷത്തിന് ശേഷം ഞാൻ മഴ പെയ്യ്ക്കും, അത് 40,000 വർഷം നീണ്ടു നിൽക്കും. കാരണം പത്രോസ് എഴുതിയേക്കുന്ന സത്യം, ദൈവത്തിന് ഒരു വർഷം 1000 വർഷം, ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയാണ്. ബൈബിളിൽ എല്ലാ വാക്യം അങ്ങനെ എടുക്കാം. ബാബിലോണിലെ അടിമത്തം 70 വർഷം നീണ്ടു നിൽക്കുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു അല്ലേ? അപ്പൊ ദൈവം ഉദ്ദേശിച്ച മനുഷ്യന്റെ ലോകത്തിലെ 70 വർഷമാണ് അല്ലേ? 70 വർഷം തന്നെ അല്ലേ? അല്ലാതെ മറ്റൊന്നും അല്ലല്ലോ. യേശു ഭൂമിയുടെ ഹൃദയത്തിൽ 3 രാവും 3 പകലും ചെലവഴിക്കുന്നു പ്രവചിച്ചല്ലോ മത്തായിയുടെ സുവിശേഷം 12:40. അത് 3000 വർഷത്തെ കുറിച്ചാണോ? 3 രാവും 3 പകലും 3 ദിവസമല്ലേ? അത് മനുഷ്യന്റെ ദിവസമല്ലേ? അത് 3000 വർഷമാണോ? അല്ല, 3 പകലും 3 രാത്രി മനുഷ്യ സമയത്തെ കുറിച്ചാണ്. അപ്പൊ മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ബൈബിളില് അതിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെ തന്നെ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷം, 10 വർഷം എന്ന് പറഞ്ഞാൽ 10,000 വർഷം, 15 വർഷം, 15 ദിവസം എന്ന് പറഞ്ഞാൽ 15,000 വർഷം എന്നാണോ ദൈവം സംസാരിക്കുമ്പോൾ? എന്താ ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ബൈബിളിൽ ഒരു ഉദാഹരണം പറയാം. 1000 കുതിരകളുടെ യഥാർത്ഥ സംഖ്യയെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ 1000 എന്ന പദം പലപ്പോഴും പൂർണ്ണതയെ പ്രതീകപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. 1000 പർവ്വതങ്ങളിൽ ദൈവത്തിന് ആടുമാടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 1000 എന്നത് പൂർണ്ണതയെ പ്രതീകപ്പെടുത്തുന്നതാണ്. മറിച്ച് ഒരു സംഖ്യയോ ഒരു നിശ്ചിത അളവോ അല്ല 1000. മനസ്സിലാക്കുക, 1000 എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ അല്ല. 1000 ഒരു പൂർണ്ണതയെ കാണിക്കുന്നത്. 10,000, 1,00,000 തുടങ്ങിയ മറ്റേതെങ്കിലും സംഖ്യ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. അതല്ല ഉപയോഗിച്ചു. ദൈവം തമ്പുരാൻ 1,00,000 വർഷം ഭരിക്കുന്നല്ല. 1000 പൂർണ്ണതയെ കാണിക്കും. 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. അപ്പം ബൈബിൾ എഴുത്തുകാരുടെ സംസ്കാരത്തിൽ അവർ അഭിസംബോധന ചെയ്യുന്ന എല്ലാത്തിൻ്റെയും കാര്യം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് 1000 എന്ന സംഖ്യ ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ 1000 എന്ന സംഖ്യയല്ല, മറിച്ച് 1000 പർവ്വതങ്ങൾ, 1000 കുതിര എന്നൊക്കെ പറഞ്ഞാൽ 1000 എന്നൊക്കെ പറയുമ്പോൾ പരിപൂർണതയാണത് കാണിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. ദൈവമേ, മനുഷ്യന്റെ ഒരു ദിവസം നിനക്ക് 1000 വർഷം പോലെ എന്ന് സങ്കീർത്തനം 94 ഉപയോഗിച്ചിരിക്കുന്നത് ആ വർഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ അർത്ഥമാക്കുന്നു എന്നല്ല. ദൈവത്തിന് എല്ലാ വർഷങ്ങളും ഇന്നലെ പോലെയാണ്. എല്ലാ ദിവസങ്ങളും എല്ലാ വർഷങ്ങളും ദൈവത്തിന് ഇന്നലത്തെ ഒരു ദിവസം പോലെയാണ്. എല്ലാ 1000 വർഷവും ദൈവത്തെ സംബന്ധിച്ചോളം ഒരു യാമം പോലെയാണ്. സോ കർത്താവിന് 1000 വർഷങ്ങൾ ഭരണത്തിനുണ്ട് എന്നതിന്റെ അർത്ഥം അവൻ എല്ലാ വർഷവും ഉണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിന് എല്ലാ വർഷങ്ങളും ഉണ്ട്. ദൈവം 1000 ആണ്ട് വാഴുക ദൈവത്തെ സമയത്തോളം ഒരു ദിവസം പോലെ. അപ്പൊ 1000 എന്ന പ്രയോഗത്താൽ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. വാസ്തവത്തിൽ ഇത് മനുഷ്യന്റെ ലോകത്തിലുള്ള സമയത്തെ കുറിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ കാര്യമാണെന്ന കാര്യം നിങ്ങൾ മറന്ന് പോകരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സങ്കീർത്തനം 94, 2 പത്രോസ് 3:8 ചേർത്ത് വായിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്ന കണക്കുകളൊക്കെ നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ദയവായി ക്ഷമിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അത് 2000 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് എങ്കിൽ യേശു സാധാരണക്കാരായ മുപ്പന്മാരെ വഞ്ചിക്കുകയായിരുന്നു. പക്ഷെ യേശു വഞ്ചിക്കുന്നവനല്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ വന്നു, തൻ്റെ
വാക്തത്വങ്ങളും പ്രവചനങ്ങളും യേശു നിറവേറ്റി എന്നത് സത്യം. 1000 ആണ്ട് വാഴ്ചയും വേഗത്തിൽ സംഭവിക്കാനുള്ളതായിരുന്നു. അതും സംഭവിച്ചു എന്നും മനസ്സിലാക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.